അപ്പോഴത്തേക്ക് ആഹാര പിന്നെയും നേരെ പോയിരിക്കുകയാണ്. ഞാനിവിടെ ഉണ്ട്. ഫാമിലി അടുത്തൊന്നും ഇവർക്ക് എയറിൽ നിന്ന് താപ്പോട്ടിറങ്ങാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. കാലന് വഴി തെറ്റില്ലടാ, അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അഹാന കൃഷ്ണ അക്രി, സിന്ധു കൃഷ്ണ സിക്രി, നമസ്കാരം. പിന്നെ ദിയ കൃഷ്ണ ഡിക്രി എന്നൊക്കെ. അമ്മൂമ്മക്രി, അമ്മൂമ്മ അവസാനിച്ചു കഴിഞ്ഞപ്പോ പുതിയൊരു എൻട്രി വന്നിട്ടുണ്ട്, അപ്പച്ചിക്രി. ഈ അപ്പച്ചിനോട് അവിടെ പോയി ഇരിക്കാൻ പറയാം, ഫോട്ടോ ഒന്നും പറയാം. അവരെ കേക്ക് കട്ട് ചെയ്യുന്ന സ്ഥലം ഞാൻ വിചാരിച്ചു നല്ലൊരു പെൺകുട്ടിയാണ്. മോനെ പറഞ്ഞല്ലേ അഹാനയുടെ ഫേസ് ചേഞ്ച് ആവുന്നു. അവിടെ രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ ഡിസ്റ്റർബ്ഡ് ആയി നിൽക്കുന്നുണ്ട്. ഒന്ന് അഹാനിയുണ്ട്, ഒന്ന് ഇഷാനുണ്ട്. എന്തോ സന്തോഷമായിട്ട് അവർ ചെയ്യാൻ തന്നതാണ്. അപ്പൊ നേരെ അവിടുന്ന് ഇഷാനി അതിന്റെ കൈ പിടിച്ചു മാറ്റുന്നു. കണ്ടോ മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? അളിയ എന്ത് ചെയ്യാൻ അളിയ ഒക്കെ എണ്ണം കെട്ട സ്വഭാവം. തിളക്കുന്ന സാമ്പാറായിട്ട് മറ്റു സംഗതി അവിടെ ഉണ്ടാവും. അശ്വിൻ, ഫ്രാഡുകൾക്ക് ഈ രാജ്യത്ത് രക്ഷയുള്ളൂ. എന്നിട്ടും എന്തുകൊണ്ട് സാറ് രക്ഷപ്പെടുന്നില്ല എന്ന് ചോദിച്ചാൽ സാറിന്റെ ഫ്രാഡ് പണികൾ സന്ദർഭത്തിനൊത്തു എരുന്നില്ല എന്ന് ഞാൻ പറയും. ഈ അപ്പച്ചി തൊടാൻ നോക്കുന്ന സമയത്ത് ഇഷാനി കൃഷ്ണ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ്. ഞാനും അവസ്ഥയിലാണ്. നിനക്കെന്താ അവസ്ഥ? അല്ല, മുതലാളിയുടെ അവസ്ഥയാണല്ലോ എന്റെ അവസ്ഥ. ഉണ്ട്. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത്, പേരക്കുട്ടർ ഫംഗ്ഷൻ നടക്കുമ്പോൾ നീ ഇതിന് കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. യൂട്യൂബിലോ എന്തുകൊണ്ടാണ് അശ്വിന്റെ ഫാമിലി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് വലിയൊരു അതും അടുത്തൊരു ചോദ്യം. പരമനാറി പട്ടി കഴിവ്. നമുക്ക് കാണാം. എന്താ എല്ലാം പറഞ്ഞാ? പറഞ്ഞു. അപ്പൊ പോണില്ലേ? ഇവന്റെ അടുത്തൊക്കെ സംസാരിച്ച സമയങ്ങളല്ലേ.